സോ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം റേഞ്ചിലുള്ള പൈനിയർ ബജാജിലാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഡൊമിനോർ 400 ബൈക്ക് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ വരുന്ന ഒരു സജസ്റ്റിംഗ് സെക്ഷനിൽ വരുന്നതാണ് കേട്ടോ. എന്തായാലും ഡൊമിനോർ 400 വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നത് കേട്ടോ. മാക്സിമം കെടുതായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ വിളിക്കുക. എനിക്ക് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാ പേജും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഡൊമിനോറോട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഡൊമിനോറോട്ട് മാത്രമല്ല കേട്ടോ, എന്ത് തരം വണ്ടിയായാലും, ഇപ്പോൾ ബൈക്ക് എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഏത് വണ്ടി റിവ്യൂ ചെയ്യാനായാലും എന്തിനായാലും. മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയുള്ള ഡൊമിനോർ 400. ഈ വണ്ടി വരുന്നതെന്ന് വെച്ചാൽ ഒരു മാറ്റ് ബ്ലാക്ക് തീമിലാണ് കേട്ടോ. ഡൊമിനോർ 400 സാധാരണ എല്ലാവർക്കും അറിയില്ല, 2 കളർ തീമിലാണ് ഡൊമിനോർ വരുന്നത്. അതായത് ഡൊമിനോർ 400 വരുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്കും ഫുൾ മാറ്റ് ബ്ലാക്കും. ഈ 2 കളർ തീമിലാണ് ഡൊമിനോർ 400 വരുന്നത് കേട്ടോ. മറിച്ച് 250 ആണെങ്കിൽ റെഡും ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കളർ സ്കീമിലാണ് 250 വരുന്നത്. 400 ഗ്രീനും ബ്ലാക്കും മാറ്റ് ബ്ലാക്കുമായിട്ട് ചേർന്നൊരു കളറിലാണ് വരുന്നത് കേട്ടോ. സോ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോവേണ്ടതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വിൻ ബ്ലാസ്റ്റൊക്കെ തടയുന്നതായിട്ടുള്ള ഒരു വിൻഷീൽഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വിൻഷീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് മോഡ് ചെയ്യണമെങ്കിൽ ഒരു വിൻഷീൽഡ് ഇളക്കി മാറ്റാനുള്ള ഓപ്ഷനും എല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലോട്ട് പറഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു വിൻഷീൽഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. വിൻ ബ്ലാസ്റ്റിലൊന്നും അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഹെഡ്ലൈറ്റിലോട്ടാണ്. ഡൊമിനോറിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മാരക വിസിബിലിറ്റി തരുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഡൊമിനോറിൻ്റെ ഹെഡ്ലൈറ്റ് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലൊന്നും ഓവറായിട്ട് പോകണില്ല കേട്ടോ. അത് ഡൊമിനോർ യൂസേഴ്സിന് അറിയാം, ഡൊമിനോർ റോഡിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഡൊമിനോറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും വിസിബിലിറ്റിയും. പിന്നീട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഡ് ഗാർഡിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ ഡൊമിനോർ 250 റിവ്യൂവിൽ ഞാൻ പറയാറുള്ള പോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ബിൽഡ് ക്വാളിറ്റി മോശമാണ് കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം ലുക്കും തരുന്നുണ്ട് കേട്ടോ ഈ ഒരു മഡ് ഗാർഡ്. പിന്നെ വീല് വരുന്നതെന്ന് വെച്ചാൽ ഡയമണ്ട് കട്ട് അലോയ് ആണ് കേട്ടോ. ഈ ഒരു ഡയമണ്ട് കട്ട് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല കിഡിലിനായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു സിൽവറിൽ വരുമ്പോൾ നമ്മുടെ USDയും അണ്ടർബെല്ലി പാനലും ആ ഒരു സിൽവർ വരുമ്പോൾ നമ്മുടെ ഈ ഒരു അലോയിലും ആ ഒരു സിൽവർ വരുമ്പോൾ കിഡിലിനായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് കേട്ടോ. നമ്മുടെ 400 വരുമ്പോൾ മാത്രമേ ഈ ഒരു ഡയമണ്ട് കട്ട് വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ 250 വരുമ്പോൾ ഇതേ ഷേപ്പ് അലോയ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സിൽവർ പ്ലാറ്റിങ്, അതായത് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിങ് അതിൽ വരുന്നില്ല കേട്ടോ. പക്ഷേ 400 ആ ഒരു ലുക്ക് നല്ല കിടലിനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ കൊടുത്തുള്ള ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 110, 70, 17 ഫ്രണ്ടിൽ കൊടുത്തുള്ള ടയർ കേട്ടോ. MRFൻ്റെ ടയറാണ് കമ്പനി സ്റ്റോക്കായിട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കൊള്ളാനുള്ള ടയർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ 250ലും ഇതേ ടയർ തന്നെയാണ്. പക്ഷേ 250 വരുമ്പോൾ 100, 70, 17 400 വരുമ്പോൾ 110, 70, 17 ഫ്രണ്ടിൽ കൊടുത്തുള്ള ടയർ കേട്ടോ. MRFൻ്റെ ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് പോകണമെങ്കിൽ USD ഫോർക്കിലോട്ടാണ്. USD ഫോർക്കിലോട്ട് പോകുകയാണെങ്കിൽ 43 mm USD ഫോർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. അത്യാവശ്യം നല്ല കിടലിന് USD ഫോർക്കൊക്കെ തന്നെയാണ്. ഞാൻ 400 ഓടിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, അത്യാവശ്യം കിടലിന് USD ഫോർക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഭയങ്കര കിടലിനൊന്നും ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യം ഓക്കെയാണ്. 250 400 USD ഫോർക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്യാവശ്യം പക്ക USD ഫോർക്കൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ടാങ്കിലോട്ട് വരുന്നെങ്കിൽ 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി തരുന്ന ഒരു ടാങ്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ട്രാവലിംഗ് ടൈമിലൊക്കെ ആയാലും നമുക്ക് ഫ്യൂൽ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം ഫ്യൂൽ കപ്പാസിറ്റി ഒക്കെ തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഡൊമിനോർ. പിന്നെ ഡൊമിനോർ എപ്പോഴും ഞാൻ പറയാറുള്ളത് തന്നെ ഫുള്ളി ഒരു ടൂറിംഗ് പർപ്പസ് വെഹിക്കിളാണ് കേട്ടോ. അതുകൊണ്ട് ഡൊമിനോറിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 13 ലിറ്ററാണ്. ഇത് മോശമൊന്നും പറയാം, ഓക്കെ എന്നും പറയാം കേട്ടോ. കാരണം അത്യാവശ്യം കുറച്ചുകൂടെ അതൊരു 15-16 ലിറ്റർ ടാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്യൂൽ കപ്പാസിറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ലഡാക്ക് ട്രിപ്പൊക്കെ അടിക്കുന്നവർക്ക് എന്തായാലും അതൊരു ഉപകാരമായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയിൽ വരുമ്പോൾ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് E20 അപ്ഡേഷനിൽ OBD2 അപ്ഡേറ്റിൽ E20 വെർഷൻ വരുമ്പോൾ ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് അത് ഡൊമിനോർ 400. അത് ഒട്ടുമിക്ക പേരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒട്ടുമിക്ക ഡൊമിനോർ യൂസേഴ്സ് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വരുന്ന E20 അപ്ഡേറ്റിന് ശേഷം ഇറങ്ങിയ ഡൊമിനോർ 400 സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ. അത് ഒരിക്കലും മറക്കണ്ട. അടുത്ത് നമ്മൾ പോകണമെങ്കിൽ സീറ്റിലോട്ടാണ് കേട്ടോ. റൈഡർക്കും പില്ലിനും അത്യാവശ്യം നല്ല കംഫർട്ട് കൊടുക്കുന്ന സീറ്റ് തന്നെയാണ്. സീറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇതിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. 250 400 ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ.
പിന്നെ 250 വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 250 അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 250 വെച്ച് നോക്കുമ്പോൾ ഒരു ബൾക്കി ഫീൽ കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. അതായത് ബാക്ക് പാനലിലോട്ട് പോകുമ്പോൾ കുറച്ച് ബൾക്കി ഫീൽ കൂടുതൽ ബാക്ക് പാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വണ്ടി രണ്ടും അടുത്തടുത്ത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ആൾമോസ്റ്റ് ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ 400 തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ 400-ലാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. ഫ്രണ്ടിലൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ പ്രൊട്ടക്ഷൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്, ബാക്കിലൊരു കാരിയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കിടിലൻ കാരിയർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നവർക്ക് ടോപ്പ് ബോക്സ് വയ്ക്കാനായാലും ലഗേജ് ക്യാരി ചെയ്യാനായാലും പക്ക കാരിയർ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാരിയർ 250-ൽ വയ്ക്കാൻ പറ്റുമോ എന്ന് ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാരിയർ നമുക്ക് 250-ൽ അതായത് നട്ട് ആൻഡ് ബോൾട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് ഈ സീറ്റിൻ്റെ അടിയിൽ. വേറൊന്നുമില്ല, ഫിറ്റ് നേരെ ത്രൂ ഫിറ്റാണ്. അതായത് നേരെ 250-ലെടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മേനൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് ഞാൻ ഓവറായിട്ട് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം ഈ ഒരു സൈഡ് കാലിട്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടൂറൊക്കെ പോകുന്നവർക്ക് ട്രിപ്പിങ്ങിലാണെങ്കിൽ ഓക്കെയാണ്, ട്രിപ്പൊക്കെ പോകുന്നവർക്ക് പക്ക കാരിയറാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഫാമിലി അതായത് ഒരു സൈഡ് കാലൊക്കെ ഇട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഈ ഒരു കാരിയർ സെറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉടനെ തന്നെ ഈ ഒരു കാരിയർ എൻ്റെ വണ്ടി സെറ്റ് ചെയ്യും. എൻ്റെ വണ്ടി ഞാൻ മാക്സിമം ട്രാവൽ സ്പെക്കിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ ഇരിക്കുന്ന ഡൊമിനോർ 250 ആണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കയറി നോക്കി അറിയാം. നമ്മുടെ ഡൊമിനോർ റിലേറ്റ് ചെയ്ത് എല്ലാ കണ്ടൻറ്റും ഉണ്ട് കേട്ടോ. മറക്കണ്ട, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യട്ടോ. അടുത്തതായിട്ട് വണ്ടിയിൽ എടുത്തു പറയാനുള്ള മാറ്റങ്ങളിൽ പോകണമെങ്കിൽ വേറെ ഒന്നും എടുത്തു പറയാനായിട്ട് വന്നിട്ടില്ല. എന്നാലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു 400-ൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ A-Z കാര്യങ്ങൾ പറഞ്ഞു തരാം. ബാക്കിലോട്ടുള്ള ടയർ നോക്കിയാലും MRF-ൻ്റെ ടയർ ചെയ്യാനായിട്ട് ബാക്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിലത്തെ ടയർ സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ 150, 60, 17 ബാക്കിലത്തെ ടയർ സൈസ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ MRF-ൻ്റെ ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 150, 60, 17 കേട്ടോ. പക്ഷേ 400-ലോട്ട് വരുമ്പോൾ ടയർ പക്കയാണ് കേട്ടോ. പക്ഷേ 250-ലോട്ട് വരുമ്പോൾ ടയർ ഭയങ്കര ഷോർട്ടാണ്. അത് ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ വണ്ടിയുടെ ഹെൽത്തിനാണ് അവർ അങ്ങനത്തെ ഒരു ടയർ കൊടുത്തിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വലിയൊരു സൈസിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള പണികളും 250-ൽ കിട്ടാറുണ്ട്. അതായത് ഇനിഷ്യലിലൊക്കെ നല്ല മാറ്റം വരാറുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ടെയിൽ ടൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 250-ൽ വരുന്ന അതേ ടെയിൽ ടൈഡ് ചെയ്യാനാണ്. ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ 250 എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ടെയിൽ ടൈഡ് കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹസാർഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, എക്സ് ഫ്ലാഷൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു പോർഷനിലെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തരുന്നൊരു ടെയിൽ ടൈഡ് തന്നെയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കാരിയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കാരിയറിലാണെങ്കിൽ നമുക്ക് പിള്ളേനൊക്കെ ശാരീരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് റെസ്റ്റൊക്കെ കാരിയറിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പക്കയാണ്, ഓക്കെയാണ് കേട്ടോ. നമുക്കിനി എന്തായാലും മീറ്ററിലോട്ട് പോകാം. വേറെ ഒന്നും നമുക്ക് പറയാനായിട്ടില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൽ അതായത് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 320 mm ഡിസ്ക് സൈസാണ് ഫ്രണ്ടിലുള്ള കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഡിസ്ക് സൈസ് 320 mm ആണ് കേട്ടോ. ബാക്കിലോട്ട് വരുമ്പോൾ 230 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് ബ്രേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് പക്കയാണ് കേട്ടോ. പക്ക ബൈറ്റാണ് ഫ്രണ്ട് ബ്രേക്ക്. ബാക്ക് ബ്രേക്ക് ഓക്കെയാണ്. മാക്സിമം ഒരു സെറാമിക് ബ്രേക്ക് പാഡ് പോലത്തെ ഒരു പ്രീമിയം ബ്രേക്ക് പാഡിലോട്ട് മാറുന്നെങ്കിൽ ബാക്ക് ബ്രേക്ക് പക്കയായിട്ട് കിട്ടും കേട്ടോ. ബ്രേക്ക് പാഡ് ബാക്കിൽ വരുമ്പോൾ ബാക്കിലത്തെ ഡിസ്ക് സൈസ് എന്ന് പറയുന്നത് 230 ഫ്രണ്ടിൽ വരുമ്പോൾ 320 കേട്ടോ. രണ്ട് ബ്രേക്കും പക്കയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. കാരണം ബാക്കിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു സെറാമിക് ബ്രേക്ക് പാഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ബ്രേക്ക് പക്കയായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമുക്കിനി എന്തായാലും മീറ്ററിലോട്ട് വരാം. മീറ്ററിലോട്ട് വരുമ്പോൾ നമ്മുടെ നോർമലി എല്ലാവർക്കും അറിയാം പ്രൈമറി മീറ്ററും സെക്കൻഡറി മീറ്ററും വരുന്നുണ്ട്. പ്രൈമറി മീറ്ററിൽ വരുമ്പോൾ ഇതാണ് പ്രൈമറി മീറ്റർ ഓൺ ആകുമ്പോൾ ഒരു കൺസോൾ കേട്ടോ. സെക്കൻഡറി മീറ്ററിൻ്റെ കൺസോൾ ഇത് തന്നെയാണ്. സെക്കൻഡറി മീറ്ററിലാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമ്മുടെ ടൈമും ട്രിപ്പ് 1 ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെ സെക്കൻഡറി മീറ്ററിലാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ട്രിപ്പ് 1 ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെ സെക്കൻഡറി മീറ്ററിലാണ്. പിന്നെ ഇൻഫോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഫോ അടിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ പറ്റും കേട്ടോ. ABS സ്കാൻ കമേഷൻ ഫെയിലെന്ന് കൊടുത്തിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. സോ ABS ഒന്നും അവർ വലിയതായിട്ട് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ RPM മീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമുക്ക് വാണിംഗ് ഒക്കെ വരുന്നത്. ABS വാണിങ്ങും ഹെഡ്ലൈറ്റിൻ്റെ വാണിങ്ങും ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ വാണിംഗ്, ബാറ്ററിയുടെ കാര്യങ്ങളും വാണിംഗ് ലൈറ്റും ഇവിടെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ RPM കട്ട് ഓഫും കാര്യങ്ങളുള്ള ലൈറ്റും ഇവിടെയാണ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ അതായത് നമ്മുടെ 400-ൽ വരുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെ അതായത് മീറ്ററിൻ്റെ കേസിൽ ഭയങ്കര പക്കയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം എല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ആയാലും നമ്മുടെ വാണിംഗ് കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം അതിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ 250-ൽ നോക്കുമ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല കേട്ടോ. പക്ഷേ ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ട്. ഇതിലും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, അതിലും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. പക്ഷേ ഇതിൽ മാത്രമേ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടെങ്കിലും
ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യണുള്ളൂ കേട്ടോ. അത് 250 വെച്ച് നോക്കുമ്പോൾ ഒരു പോരായ്മ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ പക്കയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളി ടൂറിംഗ് പർപ്പസ് വെഹിക്കിളാണ് കേട്ടോ. ഫുള്ളി ടൂറിംഗ് പർപ്പസ് വെഹിക്കിളാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ എടുക്കാം കേട്ടോ. ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 800 mm ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് കേട്ടോ. മാത്രമല്ല വണ്ടിയുടെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ 400-ൻ്റെയൊക്കെ വെയിറ്റ് 193 കിലോയാണ് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. കുറച്ച് വെയിറ്റ് കൂടുതലാണ്, പക്ഷേ മാനേജ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെയിറ്റ് കൂടുതലാണ്, പക്ഷേ നമുക്ക് മാനേജ് ചെയ്തെടുക്കാവുന്ന വെയിറ്റേ വണ്ടിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഏത് വണ്ടിയുടെ വീഡിയോയിൽ ഞാൻ പറയും, മാക്സിമം നിങ്ങളുടെ ഷോറൂമിൽ വന്ന് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു വണ്ടി ബൈ ചെയ്യാനായിട്ട് നിൽക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരുമല്ലോ. ഏതൊരു വണ്ടിയും എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം വന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു വണ്ടി എടുക്കാനായിട്ട് നിൽക്കുക. പിന്നെ റൈഡിങ്ങിൻ്റെ കാര്യത്തിലോട്ട് പോകുകയാണെങ്കിൽ റൈഡിങ് സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അതിപ്പോൾ എത്ര വെയിറ്റ് കൂടിയ വണ്ടിയായാലും നമുക്ക് റൈഡിങ് സമയത്ത് ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. നമ്മുടെ വണ്ടി ഓട്ടിക്കുന്ന സമയത്തോ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്തോ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നല്ല, എവിടെയെങ്കിലും വണ്ടി ഇപ്പോൾ നിർത്തേണ്ടി വരികയോ അല്ലെങ്കിൽ ബാക്കിൽ ഒരാളെ കയറ്റേണ്ടി വരികയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. വണ്ടി ഇത്ര ഹെവി ആണെന്നുള്ള കാര്യം നമുക്ക് അപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ 400-ലോട്ട് വരുമ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ മാക്സിമം ഡെയിലി യൂസിനായിട്ടുള്ള ഒരു 400 എടുക്കാനായിട്ട് ഇരിക്കരുത് കേട്ടോ. മാക്സിമം ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കുക. മാത്രമല്ല ഇപ്പോൾ ടൂറിംഗ് പർപ്പസിനോട്ട് ആവശ്യമുള്ളവർ, അത്യാവശ്യം റൈഡൊക്കെ പോകുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഡൊമിനോർ 400 കേട്ടോ. ഈ ഒരു വണ്ടിക്ക് ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ പകരം വയ്ക്കാനായിട്ട് വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പക്കയാണ് കേട്ടോ വണ്ടി. ടൂറൊക്കെ പോകുന്നതിനായാലും ഒരു നൈസിൽ, അതായത് നൈസായിട്ട് നമുക്ക് പോകാം കേട്ടോ. ഒരു പൊക്കത്തിലൊക്കെ ഇരുന്ന് പോകുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെയാണ്. ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ വണ്ടി പക്കയാണ് കേട്ടോ. ഇതിൽ വേറെ മാറ്റം ഒന്നുമില്ല. ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ വണ്ടി ഒന്നും പറയാനില്ല, വണ്ടി പക്കയാണ്. പിന്നെ ഡെയിലി യൂസിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഓക്കെ പറയുന്നില്ല. കാരണം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല കേട്ടോ. വണ്ടി ഡെയിലി യൂസേജിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഡെയിലി യൂസേജിന് പറ്റിയെന്ന് വരില്ല ഡൊമിനോർ. പലർക്കും പല തരത്തിൽ അഭിപ്രായങ്ങൾ വരാൻ കേട്ടോ. വണ്ടി ഡെയിലി യൂസേജിന് പറ്റൂല, ഹെവിയാണ് എന്നൊക്കെ പലർക്കും പല തരത്തിൽ അഭിപ്രായങ്ങൾ വരാം. മാക്സിമം ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ആ വണ്ടിയുടെ പ്രൈസിങ്ങും കാര്യങ്ങളും എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പ്രൈസ് പറയുന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ വണ്ടിയുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കാം. നമ്മുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വണ്ടിയുടെ പ്രൈസിങ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. സോ ഗൈസ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരും ജോയിൻ ചെയ്തില്ലെങ്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മണ്ടത്തരമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിലുണ്ടെന്നോ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കിത് പരിഹരിച്ചുകൊണ്ട് ഒരു വീഡിയോ വൈകാതെ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് പവർ ആക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. ഗൈസ്, ഞാൻ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കാൻ മറന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതാണ് വണ്ടിയുടെ ഇനിഷ്യൽ സൗണ്ട് കേട്ടോ. എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വണ്ടി റവ് ചെയ്യുമ്പോൾ ഇതാണ് വണ്ടി റവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. അത്യാവശ്യം നീറ്റ് സൗണ്ട് തന്നെയാണ്, ബാസി സൗണ്ട് തന്നെയാണ് കേട്ടോ. 250 അപേക്ഷിച്ച് കുറച്ചുകൂടി ബാസി ഫീൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ബൈ ബൈ.